അമേരിക്കയ്ക്ക് അടിപതർന്നുവോ? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി പരാജയത്തിലേക്കും. ഞാൻ വിനയ, പുതിയൊരു ലോകവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. അത് ഇവിടെ ഇന്റർനാഷണൽ തലത്തിലും ഇപ്പോൾ ആപ്ലിക്കബിൾ ആയിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തി. അതിൽ പറഞ്ഞത്, അമേരിക്കയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണം സഹിക്കവയ്യാതെ ഇറാൻ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തു, 7 ദിവസം ഞങ്ങളുടെ പവർ പ്ലാന്റുകൾ ആക്രമിക്കാതിരിക്കുവാൻ സാധിക്കുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. അതിന് മറുപടിയായിട്ട് ട്രംപ് 7 ദിവസമല്ല 10 ദിവസം നിങ്ങളുടെ പവർ പ്ലാന്റുകൾ ഞങ്ങൾ ആക്രമിക്കാതിരിക്കാം എന്ന് അവർക്ക് ഓഫർ കൊടുത്തു. ഇതായിരുന്നു അന്നത്തെ ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ഇന്ന് സിറ്റുവേഷൻ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയാണ്. എങ്ങനെയാണെന്നല്ലേ? കഴിഞ്ഞ ദിവസം നടന്ന ചരിത്രപരമായ ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം അമേരിക്ക കുറച്ച് അഹങ്കാരത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നും ഉള്ളതുപോലെ തന്നെ ട്രംപിന്റെ പ്രസ്താവന വന്നു, ഇറാനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് തകർത്തു, ഇറാൻ ഇനി അറ്റാക്ക് ചെയ്യാനുള്ള ശേഷിയില്ല. സ്വാഭാവികം, ഇത് കേട്ട് നമുക്കൊരു ശീലമായി. അതിന്റെ കൂടെ തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇറാന്റെ 70% സ്റ്റീൽ പ്ലാന്റുകൾ ഞങ്ങൾ നശിപ്പിച്ചു. ഇപ്പോൾ ഇറാന് വെപ്പൺ ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് പവറും കുറയും. ഇതായിരുന്നു പ്രസ്താവന. ഒരു നിമിഷത്തേക്ക് ലോകം ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചു, ഇനി ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമോ എന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ എല്ലാ തവണയും സംഭവിക്കുന്നത് പോലെ തന്നെ ഇന്നലെ ഇറാൻ തിരിച്ചടിച്ചു. ഇത്തവണ അറ്റാക്ക് ചെയ്തത് അമേരിക്കയുടെ 2 എയർക്രാഫ്റ്റുകളെയാണ്. A-10 വാർത്തോക്ക് എയർക്രാഫ്റ്റും രണ്ടാമതായിട്ട് അമേരിക്കയുടെ തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന F-15 ഈഗിൾ എയർക്രാഫ്റ്റും. F-15നെ കുറിച്ച് പറയുകയാണെങ്കിൽ പങ്കെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. ഡബിൾ എൻജിൻ ഓൾ വെതർ കണ്ടീഷനിൽ പറക്കാൻ സാധിക്കുന്ന ആ എയർക്രാഫ്റ്റിനെ ഇറാൻ അറ്റാക്ക് ചെയ്തു. അതിൽ ഒരു പൈലറ്റ് മിസ്സിംഗുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇറാനോട് റിക്വസ്റ്റ് ചെയ്തു, 48 മണിക്കൂറേക്ക് സീസ് ഫയർ പ്രഖ്യാപിക്കുവാൻ സാധിക്കുമോ? അതുപോലെ ഞങ്ങളുടെ കാണാതായ പൈലറ്റിനെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കുമോ? ഇത് ഞാൻ പറഞ്ഞതല്ല, ഇറാന്റെ പ്രതിനിധി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ അമേരിക്ക ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് 48 മണിക്കൂറത്തെ സീസ് ഫയറിന് വേണ്ടി. പക്ഷേ ഇറാൻ സീസ് ഫയർ എന്ന് പറയുന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ സീസ് ഫയർ എന്ന് പറയുന്ന കാര്യത്തോട് ഇതുവരെ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. സീസ് ഫയർ പ്രഖ്യാപിക്കുകയില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ പൗരന്മാർക്കും സൈനികർക്കുമാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നാളെ ഒരു നല്ല പുലരിയിലേക്ക് എല്ലാവരും കൺ തുറക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം.